ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മൂവി ടോക്സ് ആൻഡ് റിവ്യൂവിന്റെ പുതിയൊരു വീഡിയോ. ഇന്നത്തെ വീഡിയോ നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത് ഇന്ന് സർപ്രൈസ് ആയിട്ട് OTT റിലീസ് എത്തിയ മലയാള സിനിമകളെ കുറിച്ചും അതോടൊപ്പം ഡേറ്റ് കൺഫേംഡ് ആയിട്ടുള്ള ഗർ, അതോടൊപ്പം പവി കെയർ ടേക്കർ, നടികർ തുടങ്ങി കൽക്കി അടക്കമുള്ള ചിത്രങ്ങളുടെ OTT റിലീസ് അപ്ഡേറ്റ്സ് ആണ്. അപ്പോൾ വീഡിയോ പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ട് ചാനൽ കാണുന്ന സുഹൃത്തുക്കാണെങ്കിൽ പുതിയ സിനിമാ വിശേഷങ്ങൾക്ക് OTT അപ്ഡേറ്റ്സുകൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഇന്ന് സർപ്രൈസ് ആയിട്ട് OTT റിലീസ് എത്തിയ ചിത്രങ്ങളെ കുറിച്ച് ആദ്യം നോക്കാം. സോണിയ അഗർവാൾ കേന്ദ്ര കഥാപാത്രത്തിൽ 70 എന്ന് പറയുന്ന സിനിമ ഇന്ന് ആഹ തമിഴ് എന്ന് പറഞ്ഞ OTT പ്ലാറ്റ്ഫോമിൽ റിലീസിന് എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ചിത്രം തമിഴ് വെർഷനാണ് റിലീസ് എത്തിയിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ എത്ര പേരാണ് അപ്പം ഈ ഒരു സിനിമ കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് ആഹ തമിഴ് എന്ന് പറയുന്ന OTT പ്ലാറ്റ്ഫോം വഴി ഈ സിനിമ കാണാൻ സാധിക്കുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ ഇന്ന് സർപ്രൈസ് ആയിട്ട് OTT റിലീസിന് എത്തിയിരിക്കുന്ന മറ്റൊരു ചിത്രം നോക്കണേ. കമലഹാസൻ കേന്ദ്ര കഥാപാത്രത്തിൽ ഇന്ത്യൻ 2 എന്ന് പറയുന്ന സിനിമയാണ്. ശങ്കർ അണിയിച്ചൊരുക്കിയ ചിത്രം ബോക്സ് ഓഫീസിൽ പരാജയമായിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ചിത്രം നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആണ്. തമിഴിന് പുറമെ മലയാളം, കന്നഡ, തെലുങ്ക്, ഹിന്ദി തുടങ്ങിയ ഭാഷകളിലൂടെയായിട്ട് നമുക്ക് ഈ സിനിമ കാണാൻ സാധിക്കുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ ഇന്ന് റിലീസ് എത്തിയിരിക്കുന്ന മറ്റൊരു ചിത്രം നോക്കുകയാണെങ്കിൽ ബിജു മേനോൻ, സുരാജ് വെഞ്ഞാറമൂട് കൂട്ടുകെട്ടിൽ ഒരുങ്ങിയ നടന്ന സംഭവം എന്ന് പറയുന്ന സിനിമയാണ്. ചിത്രത്തിലെ ഡിജിറ്റലൈസ് തന്നെ സ്വന്തമാക്കിയത് മനോരമ മാക്സ്, സിംപ്ലി സൗത്ത് തുടങ്ങിയ ആമസോൺ പ്രൈം വീഡിയോസ് തുടങ്ങിയ പ്ലാറ്റ്ഫോംസ് നമ്മൾ നേരത്തെ തന്നെ പങ്കുവച്ചാണ്. അപ്പൊ ഈ 3 പ്ലാറ്റ്ഫോംസ് വഴി നടന്ന സംഭവം എന്ന് പറയുന്ന സിനിമ നമുക്ക് ഇപ്പോൾ മുതൽ കാണാൻ സാധിക്കുന്നതായിരിക്കും. ഇന്ന് സർപ്രൈസ് ആയിട്ട് റിലീസ് എത്തിയ മറ്റൊരു ചിത്രം നോക്കുകയാണെങ്കിൽ ഗോളം എന്ന് പറയുന്ന സിനിമയാണ്. ആരും തന്നെ പ്രതീക്ഷിക്കാത്തൊരു OTT റിലീസ് ആയിപ്പോ ചിത്രത്തിൻ്റെത്. ആമസോൺ പ്രൈം വീഡിയോസ് വഴി ഇപ്പോൾ ഗോളം എന്ന് പറയുന്ന സിനിമ കാണാൻ സാധിക്കായിരിക്കും. മലയാളം ഭാഷ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. അതോടൊപ്പം ഇന്ന് സർപ്രൈസ് ആയിട്ട് OTT റിലീസ് എത്തിയ മറ്റൊരു ചിത്രം നോക്കുകയാണെങ്കിൽ ഹിന്ദി എന്നുള്ള ചിത്രമാണ്. തപ്സി കേന്ദ്ര കഥാപാത്രത്തിലെത്തിയ ഫിറായി ഹസിൻ ദിൽറൂബ എന്ന് പറയുന്ന ചിത്രമാണ്. നെറ്റ്ഫ്ലിക്സ് ചിത്രം ഇപ്പോൾ റിവ്യൂ ആയിട്ടുണ്ട്. ഹിന്ദിക്ക് പുറമെ തമിഴ്, തെലുങ്ക് തുടങ്ങിയ ഭാഷകളുടെ ആയിട്ട് നമുക്ക് നെറ്റ്ഫ്ലിക്സ് വഴി സിനിമ കാണാൻ സാധിക്കുന്നതായിരിക്കും. അതോടൊപ്പം ഇന്ന് സർപ്രൈസ് ആയിട്ട് എത്തിയ മറ്റൊരു ചിത്രം എന്ന് നോക്കിയാൽ നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂട്ടി കേന്ദ്ര കഥാപാത്രത്തെ ടർബോ എന്ന് പറയുന്ന സിനിമയാണ്. ഈ ഒരു സിനിമയുടെ OTT റിലീസ് വേണ്ടിയായിരുന്നു ഏറെക്കുറെ പ്രേക്ഷകരെല്ലാം തന്നെ കാത്തിരുന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ സോണി ലൈവ് ഈ സിനിമ ലഭ്യമായിട്ടുണ്ട്. മലയാളത്തിൽ പുറമെ തമിഴ്, തെലുങ്ക്, ഹിന്ദി, കന്നഡ തുടങ്ങിയ ഭാഷകളുടെ ആയിട്ട് നമുക്ക് സോണി ലൈവ് വഴി ടർബോ എന്ന് പറയുന്ന സിനിമ കാണാൻ സാധിക്കുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ ഇനി വരുന്ന ദിവസങ്ങളായിട്ട് OTT റിലീസ് എത്താൻ പോകുന്ന ചിത്രങ്ങളായിരുന്നു. ഓഗസ്റ്റ് മാസം 15-ാം തീയതി റിലീസ് എത്താൻ പോകുന്ന മലയാള ചിത്രമാണ് മനോരഥങ്ങൾ എന്ന് പറയുന്ന സിനിമ. MD വാസുദേവൻ നായരുടെ 9 കഥകളെ അടിസ്ഥാനമാക്കി 9 വ്യത്യസ്തമായിട്ടുള്ള ഡയറക്ടേഴ്സ്, 9 വ്യത്യസ്തമായിട്ടുള്ള ആക്ടേഴ്സിനെ കേന്ദ്ര കഥാപാത്രത്തിൽ ഒരുക്കുന്ന ചിത്രമാണ് മനോരഥങ്ങൾ എന്ന് പറയുന്ന സിനിമ. നമ്മുടെ മമ്മൂക്കയും ലാലേട്ടനും അതോടൊപ്പം ആസിഫ് അലി, ഫഹദ് ഫാസിൽ തുടങ്ങിയ മലയാളത്തിലെ പ്രമുഖ താരങ്ങളെല്ലാം തന്നെ അണിനിരുന്ന ചിത്രത്തിന് വേണ്ടി പ്രേക്ഷകർ ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. ചിത്രത്തിന്റെ ഡിജിറ്റലൈസ് എല്ലാം തന്നെ C5 ആണ് സ്വന്തമാക്കിയിരിക്കുന്നത്. അപ്പൊ ഈ വരുന്ന ഓഗസ്റ്റ് മാസം 15-ാം തീയതിയാണ് C5 ഈ സിനിമയെ സ്ട്രീമിംഗ് ചെയ്യാൻ പോകുന്നതെന്ന് അറിയിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് കാത്തിരിക്കാം ചിത്രത്തിന്റെ OTT റിലീസിനായിട്ട്. മലയാളത്തിന് പുറമെ തമിഴ്, തെലുങ്ക്, ഹിന്ദി, കന്നഡ തുടങ്ങിയ ഭാഷകളുടെയായിട്ട് നമുക്ക് ഈ സിനിമ കാണാൻ സാധിക്കുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ കുഞ്ചാക്കോ ബോബൻ, സുരാജ് വെഞ്ഞാറമൂട് തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രത്തെ ചിത്രം ഗർ എന്ന് പറയുന്ന സിനിമ. ചിത്രത്തിന്റെ OTT റിലീസ് അപ്ഡേറ്റ്സ് ഒക്കെ നമ്മൾ നേരത്തെ പുറത്തുവിട്ടുണ്ട്. ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ ആണ് ചിത്രത്തിന്റെ ഡിജിറ്റൽ റൈറ്റ്സ് ഒക്കെ സ്വന്തമാക്കിയെന്ന്. ഇപ്പോൾ ആ ചിത്രം ഈ വരുന്ന ഓഗസ്റ്റ് മാസം 16-ാം തീയതി ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ വഴി റിലീസ് ചെയ്യാൻ പോകുന്ന അറിയിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എത്രയാണ് ചിത്രത്തിന്റെ OTT റിലീസിനായിട്ട് കാത്തിരിക്കുന്ന കമന്റ് ബോക്സിൽ പോകുക. അതോടൊപ്പം പ്രേക്ഷകർ ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന മറ്റൊരു ചിത്രമാണ് നമ്മുടെ ദിലീപേട്ടൻ നായകനായിട്ടെത്തിയ പവി കെയർ ടേക്കർ എന്ന് പറയുന്ന സിനിമ. ചിത്രത്തിന്റെ OTT റൈറ്റ്സ് ഒക്കെ മനോരമ മാക്സ് ആണ് സ്വന്തമാക്കിയത് നമ്മൾ നേരത്തെ തന്നെ അറിയിച്ചാണ്. കഴിഞ്ഞ മാസം 26-ാം തീയതി റിലീസ് ചെയ്യുന്ന ചിത്രത്തിന്റെ റിലീസ് നീട്ടിവെക്കുകയായിരുന്നു. ഇപ്പോൾ ഈ വരുന്ന ഓഗസ്റ്റ് മാസം 16-ാം തീയതിയോ അല്ലെങ്കിൽ 23-ാം തീയതിയോ ആയിട്ട് മനോരമ മാക്സ് വഴി ഈ സിനിമ സ്ട്രീമിംഗ് ചെയ്യുന്ന അറിയിച്ചിട്ടുണ്ട്. ഓണം പ്രീമിയർ ആയിട്ട് മഴവിൽ മനോരമയിൽ ഈ സിനിമ റിലീസിന് എത്തുന്നതായിരിക്കും. പവി കെയർ ടേക്കർ എന്ന സിനിമയുടെ OTT റിലീസിനായിട്ട് കാത്തിരിക്കുന്ന കമന്റ് ബോക്സിൽ പങ്കുവെക്കുക. അതോടൊപ്പം തന്നെ ഈ മാസം റിലീസിലെത്താൻ പോകുന്ന മറ്റൊരു സർപ്രൈസ് OTT റിലീസ് ആയി നോക്കിയാൽ നമ്മുടെ ടോവിനോ തോമസ് കേന്ദ്ര കഥാപാത്രത്തെ നടികർ എന്ന് പറയുന്ന സിനിമയാണ്. ലാൽ ജൂനിയർ അണിയിച്ചൊരുക്കിയ ചിത്രം തിയേറ്ററിൽ പരാജയമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നെറ്റ്ഫ്ലിക്സ് ചിത്രത്തിന്റെ ഡിജിറ്റൽ റൈറ്റ്സ് ഒക്കെ സ്വന്തമാക്കിയിട്ടുണ്ട്. ഈ വരുന്ന ഓഗസ്റ്റ് മാസം 23-ാം തീയതി നെറ്റ്ഫ്ലിക്സ് വഴി സിനിമ കാണാൻ സാധിക്കുന്നതാണ് ഇപ്പോൾ അറിയാൻ സാധിച്ചിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ എത്ര പേരാണ് നടികർ എന്ന് പറയുന്ന സിനിമ OTT റിലീസിനായിട്ട് കാത്തിരിക്കുന്ന കമന്റ് ബോക്സിൽ പങ്കുവെക്കുക. അതോടൊപ്പം തന്നെ പ്രേക്ഷകർ ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന മറ്റൊരു ചിത്രമാണ് ബിജു മേനോൻ, ആസിഫ് അലി തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രത്തിന്റെ തലവൻ എന്ന് പറയുന്ന സിനിമയുടെ OTT റിലീസിനായിട്ട്. ഇപ്പോഴത്തെ ചിത്രം വലിയൊരു വിജയമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. ചിത്രത്തിന്റെ ഡിജിറ്റൽ റൈറ്റ്സ് ഒക്കെ സോണി ലൈവ് ആണ് സ്വന്തമാക്കിയത് നമ്മൾ നേരത്തെ തന്നെ പങ്കുവച്ചിട്ടുള്ളതായിരുന്നു. സോണി ലൈവ് സെപ്റ്റംബർ മാസമാണ് ഈ സിനിമയെ സ്ട്രീമിംഗ് ചെയ്യാൻ പോകുന്നതാണ് അറിയിച്ചിരിക്കുന്നത്. അതിന് ഡേറ്റ് കൺഫേം ആക്കിയിട്ടില്ല. ഓണം സ്പെഷ്യൽ ആയിട്ട് നമുക്ക് സെപ്റ്റംബർ മാസം 13-ാം തീയതി ഈ സിനിമ കാണാൻ സാധിക്കുന്ന പ്രതീക്ഷിക്കാം. അതോടൊപ്പം തന്നെ മലയാള സിനിമ മാത്രമല്ല ഇന്ത്യൻ സിനിമയിലൊക്കെ ഒന്നടങ്കം കാത്തിരിക്കുന്ന ഒരു OTT റിലീസാണ് കൽക്കി 2898 AD എന്ന് പറയുന്ന സിനിമയുടെ. അതായത് നമ്മുടെ പ്രഭാസ് കേന്ദ്ര കഥാപാത്രത്തെത്തിയ ചിത്രത്തിൻ്റെത്. ചിത്രത്തിന്റെ ഡിജിറ്റൽ റൈറ്റ്സ് എല്ലാം തന്നെ സ്വന്തമാക്കിയിരിക്കുന്നത് ഹിന്ദി ലാംഗ്വേജ് സ്വന്തമാക്കിയിരിക്കാൻ നെറ്റ്ഫ്ലിക്സും അതോടൊപ്പം സൗത്ത് ഇന്ത്യൻ ഭാഷകളെല്ലാം തന്നെ സ്വന്തമാക്കിയിരിക്കാൻ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറും ആണെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിച്ചിരിക്കുന്നത്. അതായത് മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ തുടങ്ങിയ വെർഷനുകൾ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ വഴി, ഹിന്ദി വെർഷൻ നെറ്റ്ഫ്ലിക്സ് വഴി റിലീസിലെത്തുന്നതാണ് അറിയാൻ സാധിക്കുന്നത്. സെപ്റ്റംബർ മാസമായിരിക്കും ചിത്രത്തിന്റെ OTT റിലീസ് ഉണ്ടാകുന്നതാണ് ഇപ്പോൾ അറിയാൻ സാധിച്ചിരിക്കുന്നത്. അപ്പൊ എന്തൊക്കെയാണ് ഡേറ്റ് ഇതുവരെ പുറത്തു വന്നിട്ട് ഡേറ്റ് വരുന്ന അനുസരിച്ച് നമ്മൾ നമ്മുടെ വീഡിയോ അറിയിക്കുന്നതായിരിക്കും.
അപ്പൊ ഇത്രയും ചിത്രങ്ങളുടെ കൺഫേംഡ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് ആണ് പുറത്തു വന്നിരിക്കുന്നത്. അപ്പൊ ഇതിലെ ചിത്രത്തിന്റെ OTT റിലീസിന് വേണ്ടിയാണ് നിങ്ങൾ കാത്തിരിക്കുന്നത്. കമന്റ് ബോക്സിൽ പോകുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.